ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിതാ അവിടെ സുഖമാണ് കേട്ടോ. ഇന്നൊരു സൺഡേ വ്ലോഗാണ്. സൺഡേ ആവുമ്പോൾ സ്പെഷ്യലാണല്ലോ. സാധാരണ എല്ലാ സൺഡേയും കല്യാണം കഴിഞ്ഞ നാൾ മുതലേ തന്നെ ഓരോ സൺഡേയും ഏട്ടനെ ഒപ്പം കിട്ടാറേ ഇല്ല. കാരണം ഏട്ടന് നല്ല തിരക്കായിരിക്കും സൺഡേ. അപ്പോൾ എപ്പോഴും ഞായറാഴ്ചകളിൽ അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഉണ്ടാവുമ്പോൾ ഏട്ടൻ മാത്രം ഉണ്ടാവില്ല. ബാക്കിയുള്ള ദിവസമൊക്കെ ചിലപ്പോൾ ഏട്ടന് പണി ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം, കൊറോണ വന്നതിന് ശേഷം വർക്കുകൾ ഒരുപാട് കുറവാണ്. അപ്പോൾ ഇടയ്ക്ക് ഞായറാഴ്ചയൊക്കെ പണിയില്ലാതിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഏട്ടന് വർക്കില്ല. അപ്പോൾ ഇതൊരു സൺഡേ ഏട്ടനും ഞാനും ഉണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാക്കിയുള്ള ദിവസങ്ങളാണ് കേട്ടോ, സൺഡേ വ്ലോഗ് ആയിരിക്കില്ല. ഇന്നൊരു സൺഡേ ആണ് ഏട്ടനും ഞാനും കൂടെ ഉള്ളത്. അപ്പോൾ സൺഡേ ഏട്ടന് ലീവാണ്. സൺഡേക്ക് ആണെങ്കിൽ ഏട്ടന് ചിക്കനേക്കാളും കൂടുതൽ ഇഷ്ടം മട്ടനോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെയാണ്. ചിക്കനൊന്നും ഇഷ്ടമേ അല്ല, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എനിക്ക് പിള്ളേർക്കൊക്കെ ചിക്കൻ തന്നെയാണ് ഇഷ്ടം. ഇവർക്ക് വല്ല മട്ടനോ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഇന്ന് ബീഫ് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എനിക്കത് കഴുകി തന്നു. നല്ല ആശാൻ വൃത്തിയായി കഴുകി തരും. ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കഴുകി തരും. അപ്പോൾ അത് കഴുകി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സൺഡേ ആണ്, കുറച്ച് ബിസി ഡേ ആണെന്ന് പറഞ്ഞല്ലോ. അതായത് ഫണ്ടുള്ളത് കൊണ്ട് ഒരാൾ ഞങ്ങൾക്ക് കുറച്ച് കാശ് കടം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈമിന് തന്നെങ്കിൽ ആ ടൈമിന് നമ്മൾ പറഞ്ഞത് തിരിച്ചു കൊടുക്കണം. അപ്പോൾ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഏട്ടൻ കൊണ്ട് തന്നതാണ്. അപ്പോൾ ഞാനത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു ഏട്ടനാണ്. ഏട്ടൻ ചോദിച്ച ഉടനെ തന്നു. അപ്പോൾ അത് തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ടാണ് നമുക്ക് സവോള കട്ടിങ് ഫണ്ടിനെ ഇരിക്കുന്നുണ്ട്. ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് നേരത്തെ കുളി കഴിഞ്ഞിട്ടാണ് ഏട്ടൻ പോയി ബീഫൊക്കെ വാങ്ങിയിട്ട് വന്നതും. എന്നിട്ട് ഏട്ടൻ ഉണ്ടാവുമ്പോൾ പിന്നെ എനിക്ക് സമാധാനത്തിൽ ഏട്ടൻ ഫണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ മതി. ഇല്ലെങ്കിൽ ഞാൻ സൺഡേ ആണെങ്കിൽ എല്ലാവരും അങ്ങനെയാണല്ലോ. സൺഡേ ആണെങ്കിൽ സമാധാനത്തിൽ 7-8 മണിക്ക് ഉറങ്ങി എണീക്കുന്ന ആൾക്കാരായിരിക്കും എല്ലാവരും. അതായത് ഞായറാഴ്ച പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. പക്ഷേ എനിക്ക് നേരെ തലതിരിഞ്ഞാണ്. കാരണം എല്ലാ ഞായറാഴ്ചയും ഏട്ടനെ നേരത്തെ പോകണം. അപ്പോൾ 4-5 മണിക്ക് എണീക്കേണ്ടി വരും. എന്നിട്ട് ഞാനിങ്ങനെ പറയും കൂടെ ചെയ്യും. അങ്ങനെ ഞാൻ സവോളയും എല്ലാം ചെയ്യുമ്പോഴേക്കും ഫണ്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടേ മുടി വെട്ടാൻ പോകണമെന്ന് ഇവന്മാരുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് മുടി വെട്ടാനായിട്ടുണ്ട്. ഇവന്മാർ കളിക്കാൻ പോയി. നമുക്ക് എത്ര ചെരുപ്പുണ്ടെങ്കിലും നമ്മൾ ഇവരുടെ ചെരുപ്പല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏട്ടൻ പോവേണ്ടെന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് വേണം പറഞ്ഞാൽ വരിക്കുട്ടിയായിട്ടേ ഗുസ്തിയാണ് ഗുസ്തി. കളിക്കാൻ പോകേണ്ട അവരുടെ കേൾക്കാണ്ട് ചുമ്മാട്ടാ വെറുതെ ഇങ്ങനെ വടിയും കൊണ്ട് നിൽക്കുക. കുഞ്ഞിക്ക് കൊണ്ടുപോയിട്ട് അടി. പണ്ടൊക്കെ അച്ഛനമ്മ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ പേടിയല്ലേ. ഇന്ന് എവിടെ അച്ഛനും അമ്മയൊക്കെ തമാശ കളിയാണ് ഇപ്പോൾ. അല്ലാതെ ഇവർക്ക് ഫ്രണ്ട്സിനെ പോലെയാണെന്ന് പറയാം. ഇവർക്കൊന്നും പേടിയൊന്നുമില്ല. അപ്പോൾ 2 എണ്ണത്തിന് മുടി വെട്ടാൻ പറയാം. നേരത്തെ പറഞ്ഞിട്ട് ഇവന്മാർക്ക് കളിക്കാൻ പോകണ്ട പറഞ്ഞാൽ പിന്നെയും കളിക്കാൻ പോയി. അച്ഛ കുറേ നേരം കാത്തിരുന്ന് കാണാണ്ട് ഒരു കുഞ്ഞു വടിയും കൊണ്ട് ഒന്ന് പേടിപ്പിക്കണ്ട. ഇടയ്ക്കൊക്കെ നമ്മളെ പേടിപ്പിക്കുന്നത് നല്ലതല്ലേ. അങ്ങനെ രണ്ടാളും മുടി വെട്ടാൻ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഏട്ടനും മുടിയൊക്കെ നല്ലോണം വളർന്നിട്ടുണ്ട്. കുട്ടികൾക്കും ഇവന്മാരെ വെക്കേഷൻ ആയില്ലേ, ഇനി മുടി വെട്ടില്ല, മുടി വളർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് മുടിയിൽ ഓരോരോ ഈ പിള്ളേർക്ക് ഇത്രയേ ഉള്ളൂ. ഈ പിള്ളേർ ഇവന്മാരുടെ വിചാരം ഇവർ വലിയ ആൾക്കാരാണെന്നാണ്. അങ്ങനെ മുടി വെട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഇല്ല, സമ്മതിക്കില്ല, മുടി വെട്ടിയേ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചിട്ട് മുടി വെട്ടാൻ പോവാണ്. ഇവരുടെ ആഗ്രഹം പോലെ തന്നെ മുടി വെട്ടാൻ പോയിട്ട് മുടി വെട്ടണ കടയിൽ നല്ല തിരക്ക് ഞായറാഴ്ച ആയതുകൊണ്ട്. എന്നിട്ട് പിന്നെ തിരിച്ചു വന്നു. അങ്ങനെ ഞാനും ഇവർ പോയതിന് ശേഷം നമുക്ക് കറി വയ്ക്കണമല്ലോ. വന്നതും ചിലപ്പോൾ വിശക്കണോ പറയും. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ബീഫ് അധികം ഗ്രേവി ഇല്ലാതെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കാം, എന്തെങ്കിലും സാമ്പാറോ പരിപ്പ് കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിലും ഏട്ടന്മാർ വേറെ കറികളൊന്നും വേണ്ട, അതിൽ കൂടെ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. കുറച്ചും കൂടെ ഗ്രേവി ഉണ്ടായിരുന്നു. ഒരു നുള്ളുമണി ഗ്രേവിയിൽ മതിയാക്കാമെന്ന് ചോദിച്ചു. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വയ്ക്കാമെന്ന് ചോദിച്ചിട്ടേ അങ്ങനെ സവോളയൊക്കെ വഴറ്റിയെടുത്ത് ഉപ്പിട്ട പെട്ടെന്ന് തന്നെ സവോള വേണ്ടി കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ സാധാരണക്കാർ തന്നെയാണ്. സാധാരണ വീട്ടിലെ പണിയും ചെയ്തിരിക്കുന്നവരെ തന്നെയാണ്. സാധാരണ വീട്ടമ്മയാണ്.
പക്ഷേ നമ്മൾ സാധാരണ വീട്ടമ്മയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മുഖവും കൈയും കാലും ഒന്നും സംരക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേരോടെ പിടിച്ചു നിൽക്കേണ്ടതല്ലേ. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ സൗന്ദര്യമൊക്കെ സംരക്ഷിക്കണമല്ലോ. ഞാൻ മാക്സിമം ഇങ്ങനെ ആഴ്ചയിലൊരിക്കൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. നാടനായിട്ടുള്ള വേറെ ക്രീമുകളൊന്നും തേക്കില്ല. ജസ്റ്റ് ഒരു പൗഡർ പോലും ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഇങ്ങനെ എന്തേലും ഒരു തക്കാളിയോ ഇല്ലെങ്കിൽ ഒരു പാൽപ്പാടയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ മുഖത്തൊക്കെ ഇത്തിരി തേച്ച് വെക്കാറുണ്ട്. അത്ര വലിയ ഭംഗിയും സൗന്ദര്യം അല്ലെങ്കിലും നമ്മളത് നമ്മുടെ ചെറുപ്പം ഒന്ന് നിലനിർത്താം എന്നുള്ളൊരിതിൽ. പിന്നെ മെയിനായിട്ട് ഇതാണ്ട ഇവർ പോയി വന്നതിന് ശേഷം വിശക്കണമെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ രാവിലത്തെ കഴിച്ചിട്ടില്ല, ഇപ്പോഴാണ് കഴിക്കാൻ വരുന്നത്. അപ്പോൾ അവന് ദോശ കൊടുത്തപ്പോൾ രാവിലെ ടിഫിൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ കൊടുത്തപ്പോൾ അത് വേണ്ട. അപ്പോൾ മീൻകറി ഉണ്ടായിരുന്നു ഇന്നലത്തെ, അത് മതി എന്ന് പറഞ്ഞിട്ട് അത് എടുക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇത്ര തടിയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വീഡിയോയിൽ കാണുമ്പോഴോ ഞാൻ ഇത്രയും തടിയും കൊണ്ട് ഇങ്ങനെ പുഴങ്ങി നടക്കും പോലെ എനിക്ക് തോന്നണത്. അതെന്തോ എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ മാക്സിമം നമ്മുടെ ചെറുപ്പം നിലനിർത്തുക എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു 30 എബോ ആണ്. പക്ഷേ അത് നമ്മൾ അതെന്താ അതൊക്കെ ഒന്നും കുഴപ്പമില്ല അല്ലേ. പക്ഷേ അത് കുറച്ചും കൂടെ നമ്മൾ ചെറുപ്പമായിട്ട് തന്നെ നിലനിർത്തണമെങ്കിൽ നമ്മുടെ തടി ആദ്യം കുറയ്ക്കണം. അതാണല്ലോ, എങ്കിലല്ലേ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു വിധം നോർമലി മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഒരു ഏജ് തോന്നിക്കില്ല എന്ന് പറയും. ഞാൻ പണ്ട് തടി ഉണ്ടായിരുന്നില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് തടി വെച്ചത്. പ്രഗ്നൻസി അങ്ങനെ ആയിട്ടാണ് തടി വെച്ചത്. അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ തടി കുറഞ്ഞിട്ടേ ഇല്ല. ഒരു തവണ കുറച്ച് ഞാൻ ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കുറച്ച് തടി കുറച്ചു, പിന്നെയും ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അതുപോലെ തന്നെ. അപ്പോൾ പിന്നെ വെറുതെ ഡയറ്റ് എടുത്ത് ഫുഡ് കഴിക്കാതെ ഡയറ്റ് എടുത്ത് കഷ്ടപ്പെട്ടിട്ടും തടി കുറയും, പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ കൂടും. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. പിന്നെ തടി കുറയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ നമുക്ക് മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ കൂടെയുള്ള ഒരാളുടെ സപ്പോർട്ടും കൂടെ കൂടുതലായിട്ടും വേണം. ഈ ഏട്ടൻ എന്നെ തടി കുറയ്ക്കാൻ എങ്ങനെയും സമ്മതിക്കില്ല. എങ്ങനെ ഏട്ടൻ്റെ കണ്ണ് വെട്ടിച്ചാലും ഏട്ടൻ ഭക്ഷണം കഴിക്കാതിരിക്കാൻ സമ്മതിക്കില്ല. ഡയറ്റാണ്, അതാണ്, ഇതാണ്, ഒന്നും നടക്കില്ല. കഴിക്കണം. 2 പ്ലേറ്റിലും ഏട്ടൻ ഉണ്ടാകുന്ന സമയത്തൊക്കെ രണ്ടാളും ഒന്നിച്ചിരുന്നിട്ട് തന്നെയല്ലേ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ ഏട്ടൻ പറയും 2 പ്ലേറ്റിൽ വിളമ്പുകയാണെങ്കിൽ വിളമ്പിയാൽ മതി, ഇല്ലെങ്കിൽ വിളമ്പണ്ട പറയും. ഇല്ലെങ്കിൽ ഏട്ടൻ എനിക്കും ചോറ് വേണ്ടാന്ന് പറയും. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ എനിക്കും കൂടെ ചോറ് വിളമ്പുക. ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വരാൻ വർക്കിന് പോയി കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് വൈകുന്നേരം വരാൻ വൈകുമല്ലോ. ഒരു 9-10 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു 8 മണി 7 മണിക്ക് കുട്ടികളുടെ കൂടെ ഭക്ഷണം കഴിക്കും. പക്ഷേ ഏട്ടൻ വന്നിട്ട് ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞാലും ഏട്ടൻ സമ്മതിക്കേയില്ല. എന്നിട്ട് എന്നെ കൊണ്ട് കഴിപ്പിക്കും. അങ്ങനെയൊക്കെയാണ്. രാവിലെ ആണെങ്കിലും അതെ, കഴിക്കണം. ഏട്ടൻ്റെ കൂടെ ഏട്ടൻ പോകുമ്പോഴേക്കും കഴിക്കണം, ഏട്ടൻ്റെ കൂടെ കഴിക്കണം. ഉച്ചയ്ക്കാണെങ്കിലും ചോദിക്കാം കഴിച്ചില്ലേ ഇങ്ങനെ. അപ്പോൾ എപ്പോഴും ഫുഡ് കഴിക്കുന്നതിൽ യാതൊരു കൺട്രോളും പാടില്ലെന്നാണ്. എങ്ങനെയും തടി കുറയ്ക്കാൻ സമ്മതിക്കില്ല. വേറെ എന്താ ചെയ്യുക? പണ്ട് തറവാട് വീട്ടിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കിണ്ണം അടുക്കളയിൽ തന്നെ വെക്കും, കഴുകില്ല, രാവിലെ കഴുകുള്ളൂ കേട്ടോ. പണ്ട് കേട്ടോ, ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 2-3 വർഷത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. മഞ്ജുവിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആശാൻ വൈകുന്നേരം പാത്രം കഴുകാൻ തുടങ്ങി. അതുവരെ ഞങ്ങൾ രാത്രി അവിടെ വയ്ക്കും പാത്രം. അപ്പോൾ ഈ ഏട്ടൻ വന്നിട്ട് ഞാൻ കഴിച്ചു പറഞ്ഞാൽ ഇല്ല നീ കഴിച്ചിട്ടില്ല പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ കിണ്ണം എണ്ണി നോക്കും. എന്നിട്ട് കിണ്ണത്തിന് എണ്ണം കുറവാണെങ്കിൽ നീ കഴിച്ചിട്ടില്ല എണ്ണം കുറവാണ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേരുടെ കിണ്ണത്തിൽ കഴിച്ചു, അത് കഴുകി വയ്ക്കും. പിള്ളേർക്ക് കൊടുത്ത് പിള്ളേരുടെ കിണ്ണം നമ്മൾ കഴുകി വയ്ക്കും. പിന്നെ നമ്മൾ രാത്രി 8-9 മണിക്ക് കഴിക്കുമ്പോൾ പിന്നെ ബാക്കിൽ വാതിൽ തുറന്ന് പുറത്ത് പോവില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൈ കാൽ മുഖം സംരക്ഷണമാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു റിക്വസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രണ്ട് എന്ന് പറയാം, ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒന്ന് പെഡിക്യൂർ ചെയ്യുമോ എന്ന്. ഇനിയിപ്പോൾ എൻ്റെ കാല് കണ്ടിട്ടാണോ പെഡിക്യൂർ ചെയ്യുക, ഇല്ലേ കാല് വൃത്തിയില്ലാത്തത് കൊണ്ട് ചേച്ചി ഒന്ന് പെഡിക്യൂർ ചെയ്ത് കാണിക്കും, അപ്പോഴെങ്കിലും കാല് ഭംഗിയാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ 1-2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഞാൻ എൻ്റെ പെഡിക്യൂർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ചും കൂടെ കോൾഗേറ്റും ഷാമ്പുവും ഒക്കെ എടുക്കുന്നത്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളത്തിൽ, ഇളം ചൂട് വെള്ളമാണ്. സാധാരണ നമ്മൾ ബാത്റൂമിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിൽ സ്റ്റെപ്പിലിരുന്നിട്ടാണ് ഞാൻ കാല് കഴുകുക കേട്ടോ.
ഇന്നിപ്പോൾ വീഡിയോ കാണിച്ചു തരണമല്ലോ. അപ്പം ഞാൻ പോയി ഒരു ബേസിനൊക്കെ എടുത്തിട്ട്, ഇല്ലെങ്കിൽ അവിടെ ബാത്റൂമിലെ ബക്കറ്റിൽ തന്നെ കാല് വയ്ക്കും. സാധാരണ ഈ സോപ്പ് മാത്രം ഉപയോഗിച്ച് ചിലപ്പോൾ ഷാമ്പു മാത്രം ആ വെള്ളത്തിൽ ഇടാറുള്ളൂ. ഇന്നിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയും കോൾഗേറ്റും എടുത്തത് കേട്ടോ. ആ വെള്ളത്തിൽ കുറച്ചിട്ടിട്ട് വെള്ളം നന്നായി ഒന്ന് കലക്കി എടുത്തിട്ട് നമുക്ക് കാലൊക്കെ ഇത്തിരി ചൂടായിപ്പോയി. ഇളം ചൂട് വെള്ളമാണ്, പക്ഷേ നമ്മൾ ഇൻഡക്ഷനിൽ വെച്ചപ്പോൾ ഇത്തിരി ചൂടായിപ്പോയപ്പോൾ കാല് മുക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ മാക്സിമം കുറച്ച് മുക്കിയിട്ട് ഒന്നും വേണ്ട. നമ്മൾ കുളിക്കുന്ന സോപ്പില്ലേ, നമ്മൾ കുളിക്കുന്ന സോപ്പ്, നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ്, പഴയ പല്ല് തേക്കുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ കാല് സംരക്ഷിക്കുന്നത്. ഇത് നല്ലൊരു അങ്ങനെ പിന്നെ കുതിങ്കാല് ഇങ്ങനെ വിള്ളൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എൻ്റെ കാല് ഇതുവരെ വിള്ളലൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഈ സോപ്പ് വെച്ച് തന്നെ കാല് നല്ലോണം ഉരച്ചു കൊടുത്ത് വൃത്തിയാക്കിയാൽ മതി. ഈ അതിൻ്റെ കൂടെ തന്നെ ആ സമയത്ത് മാത്രമേ പാദസരവും ഞാൻ ഉരച്ച് കഴുകുള്ളൂ കേട്ടോ. അല്ലാതെ ഡെയിലി ഒന്നും ചകിരിയിട്ട് പാദസരം ഉരച്ച് കഴുകി അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. പൊതുവേ എനിക്ക് പാദസരം കളർ എപ്പോഴും കുറവാണ്. ഇപ്പോൾ പിന്നെ അതാണ് ഞാനിങ്ങനെ കഴുകുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ ഇങ്ങനെ കുതിങ്കാല് വിള്ളലൊന്നും ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും കാല് വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. അത് പിന്നെ ഈ കാല് വിള്ളൽ വരുമ്പോഴാണ് നമ്മുടെ കാലിൻ്റെ ഭംഗി പോണത് അല്ലേ. കാല് വിള്ളാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ വെള്ളത്തിൽ കാലിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കാൻ പാടില്ല. കാലെന്നും കുതിർന്നിരിക്കാൻ പാടില്ല. എപ്പോഴും ഒരുപാട് ഡ്രൈ അല്ല എങ്കിലും കാലിങ്ങനെ ആവശ്യത്തിന് മാത്രം കഴുകുക, എപ്പോഴും കഴുകുക. പിന്നെ തുണി കഴുകാൻ പോകുമ്പോൾ എപ്പോഴും ആ വെള്ളം വെറുതെ കാല് നനച്ചുകൊണ്ടിരിക്കുക. വെറുതെ കാല് നനയ്ക്കാതിരിക്കുക, ആവശ്യത്തിന് മാത്രം നനച്ചാൽ മതി. അതായത് കുളിക്കാൻ പോകുമ്പോഴോ അല്ലാതെ വൈകുന്നേരമോ ഇല്ലെങ്കിൽ അങ്ങനെ 2-3 നേരമൊക്കെ ആയിട്ട് കാല് നനയ്ക്കുക. നനഞ്ഞ ചെരുപ്പിട്ടിട്ട് ആ ചെരുപ്പിൽ കാല് വെച്ച് നനഞ്ഞ കാലും ചെരുപ്പും കൊണ്ടിരിക്കാതിരിക്കുക. പിന്നെ കാലെപ്പോഴും തുടച്ച് വൃത്തിയാക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ കുതിങ്കാൽ അധികം വിള്ളൽ വരാതിരിക്കും. ഇതെപ്പോഴും നമ്മുടെ കുതിങ്കാല് നനവ് തട്ടുമ്പോഴാണ് ഇങ്ങനെ വിള്ളിച്ച വരുന്നത്. പിന്നെ വിറ്റാമിൻ്റെ കുറവൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കാലൊന്ന് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നഖം വെട്ടുന്നത്. അപ്പോൾ കാലൊന്ന് കുതിർന്നിരിക്കുമല്ലോ. ആ കുതിർന്നിരിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷം കാല് കുതിർന്നിരിക്കുന്ന സമയത്തൊക്കെ നഖം വെട്ടിയാൽ പെട്ടെന്ന് നഖം വെട്ടാൻ കിട്ടും. അപ്പം ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നഖമൊക്കെ ഒന്ന് വെട്ടണം കേട്ടോ. എന്നിട്ട് നമുക്ക് ക്യൂടെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്യൂടെക്സ് റിമൂവ് ചെയ്യുക. ഞാൻ ക്യൂടെക്സ് നേരത്തെ റിമൂവ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം. ക്യൂടെക്സ് എന്നും കാലിൽ ക്യൂടെക്സ് ഇടുന്ന ഒരാളാണ് ഞാൻ. കാലിലും കയ്യിലും ഒക്കെ എന്നും ക്യൂടെക്സ് ഉണ്ട് കേട്ടോ. എപ്പോഴും ഓരോ കളറും വേറെ കളറ് ട്രൈ ചെയ്യാനും എപ്പോഴും കാലിൽ ക്യൂടെക്സ് അടിക്കാനും കൈയൊക്കെ നഖം വളർത്താനും അതൊക്കെ ഞാൻ പണ്ട് മുതലേ എന്ന് പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഐലൈനറൊക്കെ ഇടലും അതൊക്കെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. കണ്ണെഴുതൽ, ഐലൈനർ ഇടൽ, പൊട്ട് വയ്ക്കൽ, ഇങ്ങനെ ക്യൂടെക്സ് അടിക്കൽ അതൊക്കെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണെന്നാണ് എനിക്ക് നല്ലൊരു ഓർമ്മ. അതുവരെയൊന്നും ഞാൻ അങ്ങനെ മോഡലല്ല, അങ്ങനെ ഞാൻ ഇങ്ങനെ സൗന്ദര്യമൊന്നും സംരക്ഷിച്ചിട്ടില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ വേറൊരാളും കൂടെ ഉണ്ട്. എനിക്ക് എൻ്റെ കാല് തന്നെ കാണിച്ചു തരുന്നതിനേക്കാളും കൂടുതൽ ഒരു ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഏട്ടൻ എപ്പോഴും പറയും ഫുഡ് ഉണ്ടാക്കലും പരീക്ഷണ വസ്തു. ഇങ്ങനെ പിള്ളേരൊക്കെ കളിയാക്കും, പരീക്ഷണ വസ്തുവാണ്. അപ്പോൾ ഏട്ടൻ്റെയും ആ വെള്ളം 2ാം പ്രാവശ്യം ഞാൻ പുതിയ വെള്ളം എടുത്തതാണ്. അതും ഇത്തിരി ചൂടുണ്ടായിരുന്നു. അപ്പോൾ കാല് മുക്കുമ്പോഴേ ചൂടുണ്ട് എന്ന് പറയണം. ഏട്ടൻ്റെ കാലും വിള്ളലൊന്നും ഇല്ല കേട്ടോ. ഞാനതിങ്ങനെ കാല് ഭംഗിയാണ്ടെന്നൊക്കെ പറഞ്ഞേ അതെൻ്റെ കാലം ആദ്യമേ വിള്ളലില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിത് ചെയ്തത് കൊണ്ടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ ഇവർ 4 കാലും നല്ല വൃത്തിക്ക് തന്നെ ഉണ്ട്. ഇപ്പോൾ വിനോട്ടിൻ്റെ ആണെങ്കിലും പെസാൻ്റെ ആണെങ്കിലും പതിവിൻ്റെ ആണെങ്കിലും ഏട്ടൻ്റെ ആണെങ്കിലും ഞങ്ങൾ 4 പെണ്ണുങ്ങളുടെ മാത്രമേ ഉള്ളൂ. എൻ്റെ കാല് വിള്ളലില്ല, പക്ഷെ മഞ്ജുവിൻ്റെ കാല് കുറച്ച് വിള്ളലുണ്ട്. ചേച്ചിയുടെയും അത്രയില്ല, ഗ്രീഷ്മയുടെയും അത്രയില്ല. മഞ്ജുവിൻ്റെ മറ്റേ വിറ്റാമിൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് കാലിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അമ്മയ്ക്ക് പിന്നെ പറയണ്ടല്ലോ. അതന്നെ ഇവരൊക്കെ ഇല്ലേ കുറച്ച് വെള്ളത്തിൽ നിൽക്കൽ കൂടുതലാണ്. അതിൻ്റെ തന്നെയാണ് മെയിനായിട്ട്. ഏട്ടൻ്റെ കാലം കൂടെ പെഡിക്യൂർ ചെയ്തെടുക്കുക, നീറ്റാക്കിയിട്ട് നഖമൊക്കെ ഒന്ന് വെട്ടി. പൊതുവേ ആശാന് നഖം വെട്ടലൊക്കെ എൻ്റെ പണി തന്നെയാണ്.
അതായത് ഇല്ലേ, ഏട്ടന് നഖം വെട്ടാൻ വേഗം കിട്ടില്ല. ഏട്ടൻ ഒന്ന് നഖം വെട്ടിത്തരുമോ, ഒന്ന് നഖം വെട്ടിത്തരുമോ എന്ന് പറഞ്ഞിട്ട് വരും. അതോ നഖം ഞാൻ പിള്ളേർക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ചെറിയ കട്ടറുകളേ ഉള്ളൂ. അപ്പം അത് എൻ്റെ കയ്യിലേക്ക് പറ്റും. ഈ ഏട്ടൻ്റെ കൈക്ക് പറ്റില്ല. കൈക്കാണെങ്കിലും കാലിക്കാണെങ്കിലും നഖം നല്ല ബലമാണ്. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ടും കൂടെ. അങ്ങനെ ദേ നല്ല സുഖമുണ്ട് എന്ന് പറയണം. ഇതിന് മുന്നൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഏട്ടനെ ചെരുപ്പ് നനഞ്ഞതിട്ടാൽ ശരിയാവില്ല. അപ്പം ഞാൻ കാല് ക്ലീൻ ചെയ്ത് കൊടുക്കാറ്. ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഷാമ്പു ഒക്കെ ഇട്ടിട്ട് ഞാൻ കഴുകി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്രഷ് വെച്ച് വരച്ചിട്ടില്ല, പല്ലേക്കണ ബ്രഷ് വെച്ചിട്ട്, അതായത് ഇത് പല്ലേക്കണല്ല കേട്ടോ, പഴയ ബ്രഷാണ്. ഈ പല്ലേക്കണ പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കാലൊരച്ചിട്ടില്ല. ഞാൻ എൻ്റെ നഖമൊക്കെ വൃത്തിയാക്കാനേ ഉപയോഗിക്കുള്ളൂ. ഏട്ടനെ ഇങ്ങനെ നമ്മൾ കുളിക്കുന്ന ചകിരി വെച്ചിട്ട് തന്നെയാണ് കൈ കൊടുത്തിരിക്കണം. അപ്പോൾ ഈ ബ്രഷും കൊണ്ട് വരയ്ക്കുമ്പോൾ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ കണ്ടോ, കാലിൽ കുതിങ്കാല് വെള്ളലൊന്നുമില്ല, നല്ല നീറ്റായിട്ട് തന്നെ കാലിരിക്കുന്നുണ്ട്. പെഡിക്യൂർ ചെയ്തത് കൊണ്ട് മാത്രമല്ല കേട്ടോ, ഇവരൊക്കെ എന്നും കൈയും കാലൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ആൾ തന്നെയാണ്. അങ്ങനെ അതെല്ലാം കഴുകിക്കഴിഞ്ഞ് കാലെല്ലാം കഴുകിക്കഴിഞ്ഞ് തുടച്ചിട്ടാണ് ഞാൻ നഖം വെട്ടാനിരിക്കുന്നത്. ഏട്ടൻ്റെ കയ്യിൽ അങ്ങനെ കാര്യമായുള്ള നഖമൊന്നുമില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെട്ടിക്കൊടുക്കാറുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് കൊണ്ടേ കളയുന്ന പറഞ്ഞിട്ട് കയ്യിൽ കൊടുത്താലേ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടായിരിക്കും നഖം വെട്ടുക. അപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ ഞാൻ എല്ലാം പെറുക്കി കൊടുക്കും, ഏട്ടൻ അപ്പുറത്ത് കളയും. ഇപ്പോൾ എന്താ പറയുന്നത്, എന്തൊക്കെയോ തമാശ പറയണോന്ന്. ഞങ്ങൾ നല്ലോണം സംസാരിക്കുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. വീഡിയോയിലാവുമ്പോഴാണ് ഭയങ്കര മടി. എനിക്കാണെങ്കിലും വീഡിയോയിൽ അങ്ങനെ സംസാരിക്കാൻ അറിയണില്ല, എന്താ പറയേണ്ടതെന്നുള്ളതൊന്നും അറിയണില്ലല്ലോ. പൊതുവേ ഞാൻ ഇത്തിരി സംസാരിക്കണ, എപ്പോഴെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. ഇതേ കണ്ടോ, നല്ലോണം നഖമുണ്ട്, അത് വെട്ടിയിട്ടൊന്നും കിട്ടണേ ഇല്ല. അപ്പോൾ അതെല്ലാം പെറുക്കിയിട്ടേ ഞാൻ ഏട്ടൻ്റെ കയ്യിൽ കൊടുക്കണം കേട്ടോ. കൊണ്ടേ കളഞ്ഞിട്ട് വാന്ന് പറഞ്ഞിട്ടേ എവിടെ തിരിച്ച് കുരുപ്പി എൻ്റെ കയ്യിൽ തന്നെ പിടിയും വലിയാണേ. നോക്ക്, എങ്ങനെ സമ്മതിച്ചില്ല, എൻ്റെ കയ്യിൽ തന്നെ ഇട്ടോന്നു. ഞാൻ കൊണ്ടുപോയി കളയണം. ഒന്നും പറയണ്ട. നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിച്ചിട്ടില്ല, കഴിക്കുന്നതിന് മുന്നുള്ള പ്രഹസനമാണ് ഇതൊക്കെ. പെഡിക്യൂർ ചെയ്യലും നമുക്കൊന്ന് ക്യൂടെക്സ് അടിക്കാമല്ലോ. നനഞ്ഞ കാലിൽ തന്നെ ക്യൂടെക്സ് അടിച്ചാൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. സുമിത്ര മേമ എനിക്കെന്തോ കൊണ്ട് തരാൻ വന്നതാണ്, ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അശ്വതി ഞാൻ വീഡിയോയിൽ പെടുമെന്ന് പറഞ്ഞിട്ട് മേമ തിരിച്ച് ഓടുകയാണ്. അങ്ങനെ മേമ പോയതിന് ശേഷമാണ് പിന്നെ അടുത്തത് ക്യൂടെക്സ് അടിച്ച്. നനഞ്ഞ കാലിൽ അടിക്കാതെ കാലൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ക്യൂടെക്സ് അടിക്കാം. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യാനുള്ളതൊന്നും ഇല്ലല്ലോ നമുക്ക്. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് അവർ ഉണക്കിയിട്ടായിരിക്കും ക്യൂടെക്സ് ഒക്കെ അടിച്ച് തരിക. അങ്ങനെ പെഡിക്യൂർ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ബീഫ് കറി കൂട്ടി ചോറൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ എപ്പോഴും തറവാട്ടിലേക്ക് പോവും, അവിടെ കുറച്ച് നേരം പോയിരിക്കാൻ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ ഗ്രൗണ്ടിലേക്ക് പോവുകയാണെന്ന്. എന്നാൽ ശരി നിങ്ങൾ ഗ്രൗണ്ടിൽ പൊക്കോന്ന് പറഞ്ഞാൽ ഞാൻ തറവാട്ടിലേക്ക് പോയി. കുറേ നേരം കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് ആൾ തിരിച്ച് വന്നിട്ട് എന്നെ കാണാനില്ല. ഞാൻ ഇവിടെ നിന്ന് പോയിട്ടില്ല, ഇവിടെ അമ്മയുണ്ട്, വിനോട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു. വിനോട്ടനും ചേച്ചിയൊക്കെ അവിടെ കുറച്ച് പണികളും ഇങ്ങനെ ചവറ് കത്തിക്കലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അമ്മയുടെ കൂടെ ഇത്ര നേരം ഞാനിരുന്നാണ്. ഏട്ടൻ എന്നെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞ് വരുന്നു ഇവിടേക്ക്. ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം സന്ധ്യയായി, ചേച്ചി വിളക്കൊക്കെ വെച്ചു, അടിച്ചു വാരലും എല്ലാം കഴിഞ്ഞിട്ടേ പിന്നെ ഞങ്ങൾ കുറച്ച് നേരവും കൂടെ പിന്നെയും ഇവിടെ ഇരുന്നിട്ടാണ് തിരിച്ചു പോണത്. പിന്നെ പ്രജുക്കുട്ടി ഞങ്ങളുടെ കൂടെ തന്നെ, ചെറുത് അവർ വേറൊരു കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് പൊടിയില്ലാത്തത്. ഇതേ അമ്മ മേക്കപ്പൊക്കെ ചെയ്ത് വിട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടീനെ സ്കൂളില്ലാതിരിക്കുകയല്ലേ, അപ്പോൾ കുട്ടിക്കൊന്ന് മേക്കപ്പ് ചെയ്തതാട്ടോ. 5 വയസ്സാവാനായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.